നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? പഴയ നേരത്തെ എന്തോ ചെറിയൊരു പ്രശ്നങ്ങൾ സ്റ്റോക്ക് വന്നായിരുന്നു. അതിപ്പോൾ എത്ര വർഷമായി? 11 വർഷമായി. 11 വർഷമായി കണ്ടിന്യൂ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയായിരുന്നു ട്രീറ്റ്മെൻ്റ് ഒക്കെ? അനന്തപുരി മാർത്താണ്ഡപിള്ള. ഓക്കെ, എന്തായാലും ആരോഗ്യം പഴയ പോലെ വീണ്ടെടുത്തു. വളരെ സന്തോഷം. പാരിപ്പള്ളി പരൂർ മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡ് പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് ജംഗ്ഷൻ കഴിഞ്ഞ് ഏതാണ്ട് 1 കിലോമീറ്റർ പരൂരിലേക്ക് പോകുന്ന റൂട്ടിൽ ആണ് ഈ മുക്കട ജംഗ്ഷൻ. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് മുക്കട ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് തിരിഞ്ഞാണ് ഈ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു പ്രധാന ജംഗ്ഷനാണ്. മുക്കട ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററോളം ഫ്രണ്ടിലോട്ട് സ്ട്രൈറ്റ് റോഡ് വരിക. MS സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അതിനവിടെ ഈ ലെഫ്റ്റിലേക്ക് കാണുന്ന ഒരു ചെറിയ വെട്ട് റോഡ്. ഈ തൊട്ട് അപ്പുറം ഈ കാണുന്ന വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് അനിയണ്ണൻ്റെ വീടും വർക്ക്ഷോപ്പും ഉള്ളത്. നമുക്കിവിടെ അനിയണ്ണൻ്റെ വീടൊന്ന് കാണാമായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് അനിയൻ്റെ വീട്. ആദ്യം ഈ വീട്ടിലായിരുന്നു വർക്ക്ഷോപ്പ്. ഈ കാണുന്ന ചെറിയ സ്ഥലത്തായിരുന്നു വണ്ടികളൊക്കെ പണിഞ്ഞിട്ടിരുന്നത്. ഇപ്പോൾ ഇതിന് ഓപ്പോസിറ്റുള്ള ഒരു 5 സെൻറ്റ് വസ്തു സ്വന്തമായിട്ട് വാങ്ങി അവിടെ വർക്ക്ഷോപ്പ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു സ്ഥലം, ഈ ഒരു മുറ്റം യൂസ് ചെയ്യുന്നത് പണി കഴിഞ്ഞ വണ്ടികൾ, അതായത് പെയിൻറ്റിങ് പ്ലേറ്റിങ്ങും അതുപോലെ തന്നെ എൻജിൻ പണിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സ്പേസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ് ടെസ്റ്റിന് വേണ്ടിയൊക്കെ പണി കഴിഞ്ഞ് പെയിൻറ്റിങ്ങും പ്ലേറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന വണ്ടികളാണ്. എന്താ കുട്ടപ്പനാക്കി റോഡിലോട്ട് ഇറങ്ങാനായിട്ട് കാത്തു നിൽക്കുന്ന രാജാക്കന്മാരാണ് ഇതെല്ലാം. ബുള്ളറ്റൊന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു സ്റ്റാൻഡേർഡ് ബുള്ളറ്റും അതിൻ്റെ ബ്ലാക്ക് പെയിൻറ്റും ആ ഒരു സൗണ്ടും ഒക്കെയാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അനിയൻ അവിടെ ഉണ്ട്. ഇവിടെ നിരവധി വണ്ടികൾ. ഇതിനകത്ത് കുറച്ച് സ്പേസേ ഉള്ളൂ. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക്ഷോപ്പാണെങ്കിലും അതിനകത്ത് നിറയെ ബുള്ളറ്റുകളുടെ ഒരു ചാകരയാണ്. ഇതിനകത്ത് നിറയെ ബുള്ളറ്റുകളാണ്. കൂടുതലും ഇവിടെ പഴയ വണ്ടികളാണ് ഇതിന് വരുന്നത്, സർവീസിന് വരുന്നത്. എൻജിൻ പണിയായാലും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും പ്ലേറ്റിംഗ് ആയാലും. ഇപ്പം മിക്കവാറും ഒക്കെ എല്ലാവരും പഴയ വണ്ടി, സെൽഫില്ലാത്ത വണ്ടികൾ സെൽഫ് ഫിറ്റ് ചെയ്യുന്ന വിദഗ്ധനാണത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മധുമേശ്വരിയാണ്. നെടുങ്ങോലം സ്വദേശിയാണ്. അനിയണ്ണൻ്റെ ബന്ധു കൂടിയാണ്. എന്നാ നമസ്കാരം. അന്ന എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് അങ്ങനെ വന്ന് എത്ര ആളുകൊണ്ട് അനിയൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ 30 കൊല്ലത്തോളം അനിയുടെ കൂടെ ഉണ്ട്. അപ്പച്ചിയുടെ മോനാണ്. എൻ്റെ ആശാനാണ്. എല്ലാം കൊണ്ടും എല്ലാ കാര്യത്തിലും എൻ്റെ ആശാനാണ്. പുള്ളി എവിടെ തുടങ്ങിയവിടെ എല്ലാം പുള്ളിയുടെ കൂടെ തന്നെയാണ്. വേറെ അങ്ങോട്ടും പോയിട്ടില്ല. ഇപ്പോഴും വയസ്സായി, ഇപ്പോഴും പുള്ളിയുടെ കൂടെ തന്നെയാണ്. കൂടെ ഉണ്ട്. കൂടെ വയ്ക്കുന്നു. സ്വന്തം സഹചാരിയായിട്ട് എല്ലാ കാര്യത്തിലും പോകുന്നു. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ യഥാർത്ഥ എനിക്ക് സ്വാതന്ത്ര്യം എന്ന ആശാൻ ആരാന്ന് പറഞ്ഞാൽ മണിക്കുട്ടനാണ്, അനിയുടെ ചേട്ടൻ. പിന്നെ പണിയൊക്കെ പഠിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നു. സാധാരണ ഈ മേശരിമാരെന്നൊക്കെ പറയുമ്പോൾ ഈ പഠിക്കാനൊക്കെ പിള്ളേർ വരുമ്പോൾ അവരെ ഈ സ്പാനറിന് അടിക്കുക, ചെവിക്ക് കറക്കുക, അങ്ങനെയുള്ള പഴയ സ്റ്റൈലാണ്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇവർ പിള്ളേരടിച്ച് ആരും വരത്തില്ല. അവർ തിരിച്ച് വെട്ടുവത്തിയായിട്ട് വരുമ്പോൾ വെട്ടായി. ഇവിടെ ഒരുപാട് പഠിക്കാൻ വരുന്നുണ്ടാവും. 2-3 പിള്ളേരുണ്ട്. എത്തിയില്ലാരെ. അപ്പൊ അനിയണ്ണെ കുറിച്ച് എന്താ പറയുക, നെഗറ്റീവ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഒരു എല്ലാത്തിനും എൻ്റെ ഒരു ചങ്കാണ്. അതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്. പിടിച്ചു സാധനം എഴുതിയിരിക്കുന്നതാണ് ഇവിടുത്തെ പൈപ്പ്. അല്ലേ, ഇത് ഈ സാധനം ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്ലോക്കാണ്. ഇതാണ് ഇതിലെ പൈപ്പുണ്ട് ഇവിടുന്ന് അകത്തോട്ട്. ഇതാണ്ട നമ്മളതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് കറക്റ്റ് ഒറിജിനൽ സാധാ ബുള്ളറ്റുണ്ടെങ്കിൽ ബ്രീത്തറാക്കും. നേരത്തെ ബ്രീത്തർ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇത് പുതിയ വണ്ടി ഉള്ളതുണ്ട്. അകത്തൂടെ ഉള്ളതായിരുന്നു. 2004 ശേഷം ഇതില്ലാത്തത്. പിന്നെ വന്നത് നമ്മൾ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് അവിടെ ഇവിടെ പൈപ്പ് അഡീഷണൽ കമ്പനി വിടുന്നതാണ്. ഒറിജിനാലിറ്റി ആയിരിക്കും. ഫുള്ള് റീസെറ്റാണ്. അല്ല, എഞ്ചിൻ്റെ വർക്ക് മാത്രമേ. ഒരു സ്ഥലത്ത് പണിഞ്ഞ് ശരിയാവാഞ്ഞ് ഇവിടെ വന്നതാണ്. ശരിയാവാഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് വന്ന് നമ്മളത് ലൈറ്റ് വർക്ക് ചെയ്ത് ഫിറ്റ് ചെയ്യാം.
നമ്മൾ ഒരു വർഷത്തിലധികമായി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് വ്യൂവേഴ്സ് അതിന് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേര് പുറത്തുനിന്ന് വന്നായിരുന്നു അല്ലേ വണ്ടി കൊണ്ട്? ആരൊക്കെ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്? കാസർഗോഡ് നിന്നൊക്കെ വണ്ടി മെയിനായിട്ട് എല്ലാ രജിസ്ട്രേഷൻ കൂടുതലും പിന്നെ പെയിന്റും പ്ലേറ്റും ആണ് വരുന്നത്. സെൽഫാക്കുന്ന വണ്ടി കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് 1-2 പേര് ചെറിയ കമൻറ്റ് ചില കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേര് ആണ് നമ്പർ ചോദിച്ച് ഞാൻ അതിൽ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറേ പേര് ഇവിടെ വന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ചിലരൊക്കെ ചില കമൻറ്റുകൾ ബാഡ് കമൻറ്റ് അത് എന്തിട്ടാലും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കുറച്ച് ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് പറഞ്ഞത് മേശിരിയുടെ ഒരു കഴിവല്ല, അപ്പോൾ ലെയ്ത്തുകാരൻ്റെ കഴിവാണ്. ഒരു 80% ലെയ്ത്തിൻ്റെ കഴിവ് തന്നെയാണ്. ലെയ്ത്ത് വർക്ക് കറക്റ്റ് ലെയ്ത്ത് വർക്ക് ആണെങ്കിൽ ബുള്ളറ്റ് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ സെറ്റിങ്സിനകത്തും ഉണ്ട് ഒരു നമ്മൾ കറക്റ്റായിട്ട് സെറ്റിംഗ് കറക്റ്റ് ആയിരിക്കണം. സെറ്റിംഗ് കറക്റ്റ് ആയിരിക്കണം. എല്ലാം മാസ്റ്റർ എല്ലാം കറക്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ഒന്നും ഇല്ല, പക്ഷെ ഒന്നും വരത്തില്ല. പിന്നെ ലെയ്ത്ത് വർക്ക് ഒരു മെയിൻ ഘടകം തന്നെയാണ്. അതിനകത്ത് സമ്മതിക്കുന്നു. നമ്മുടെ ലെയ്ത്ത് വർക്കൊക്കെ എവിടെ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് സാബു എന്ന് പറയും, മേവറത്താണ് ചെയ്യുന്നത്. നല്ല പണിക്ക് കുഴപ്പമൊന്നുമില്ല. വർക്ക് ചെയ്യുന്നുണ്ട്. ഒമേലൂർ. അപ്പോൾ ഒരുപാട് വർഷം കൊണ്ട് അവർ നല്ല പണിക്കാരായിരുന്നു. പിന്നെ ആദ്യം ചെയ്തിട്ടിരുന്നത് രാധാകൃഷ്ണൻ എന്ന് പറയും, പിന്നെ പോളയത്തോട് ചന്തക്കകത്തായിരുന്നു. പുള്ളിയില്ലേ ഇപ്പോൾ? പുള്ളിയുണ്ട്. പിന്നെ പുള്ളിയായിട്ട് ഇപ്പോൾ പോകാറില്ല. പിന്നെ വന്നെടുത്തോണ്ട് പോകും. അവർ വന്നെടുത്തോണ്ട് പോയി തിരിച്ച് കൊണ്ടുതരും. അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവരെ ഇപ്പോൾ ഉള്ളതൊക്കെ വിശ്വസിച്ചേൽപ്പിക്കുക അല്ലേ? കറക്റ്റായിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് ചെയ്ത് തരുന്നുണ്ട്. എന്തിനാ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ എൻ്റെ ചേട്ടൻ മണിക്കുട്ടേണ്ണൻ ഇപ്പോൾ കുറച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വീണ്ടും പണിയൊക്കെ തുടങ്ങി. അത് നമ്മുടെ പരവൂര് ചാത്തന്നൂർ റോഡ് പുക്കുളത്ത്. പഴയ ബുള്ളറ്റുകൾ എന്ന് പറയുന്നത് അധികം പണികളൊന്നും അങ്ങനെ വരാറില്ല. ഒരു സെറ്റ് ചെയ്ത് നല്ല പണി കറക്റ്റ് സെറ്റിംഗ് ആണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പുതിയ ജനറേഷനിൽ പിന്നെ പുതിയ പിള്ളേർക്ക് ഇപ്പോഴത്തെ പുതിയ വണ്ടിയാണ് അവർക്ക് വെച്ച് അറിഞ്ഞ് മൈലേജൊക്കെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ MBFI വണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം. ഫ്യൂൽ ഇഞ്ചക്ട് സിസ്റ്റമാണ്. അതുപോലെ വെയിറ്റും പഴയ വണ്ടി അതേ വെയിറ്റ് തന്നെ ഉണ്ട്. പഴയ വെയിറ്റ് തന്നെ എപ്പോഴും ഉണ്ട്. അതേ വെയിറ്റ് തന്നെ ഉണ്ട്. പക്ഷേ അപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടുന്നത് എന്താണ്? മൈലേജ് കൂടുതൽ കിട്ടുന്നത് പിന്നെ അതിൻ്റെ RPM വ്യത്യാസമുണ്ട്. പഴയ വണ്ടിക്ക് RPM കുറവാണ്. പുതിയ വണ്ടിക്ക് RPM കൂടുതലാണ്. അല്ല ഇപ്പോഴത്തെ പുതുതലമുറ യോഹോ പിള്ളേരൊക്കെ പുതിയ വണ്ടിയേ പറ്റത്തുള്ളൂ. ഈ സൗണ്ട് കൂട്ടാനായിട്ട് നമ്മളൊരു പണിയും ചെയ്യാറില്ല. അങ്ങനെ ഇവിടെ ചെയ്യാറില്ല. സൈലൻസർ മാറ്റി വയ്ക്കാൻ വേറെ ഒന്നും ചെയ്തില്ല. അത് പൊക്കുന്നുണ്ടല്ലോ സൈലൻസർ. പിന്നെ നമുക്ക് ചെയ്യാൻ പാടില്ല. അത് കമ്പനി ഒരു സ്റ്റാൻഡേർഡിൽ ഇറക്കുന്ന അത് തന്നെ കീപ്പ് ചെയ്ത് അങ്ങനെ തന്നെയാണ്. അന്ന ഇവിടെ കൊണ്ടുവരുന്നത് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓടിച്ചു കൊടുക്കും. ഞാൻ പറയാം അവിടെ കൊണ്ട് വേറെ കൊടുക്കാൻ നമുക്കത് ചെയ്യാൻ സമയമില്ല. അതെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ? പിന്നെ കൊള്ളാം. പിള്ളേർ സെറ്റ് സൈലൻസർ മാറുന്നു വരും. ഒരുപാട് വരുന്നുണ്ട്. ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന്. പിന്നെ അത്യാവശ്യം ഓഫ് റോഡ് സൈലൻസറൊക്കെ വെക്കാറുണ്ട്. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് പിന്നെ 10 സെക്കൻഡും പിന്നെ സ്പീഡിൽ പോകരുത്. ടോപ്പ് ഗിയർ മാറിയ ശേഷം ശാന്തമായി സ്പീഡ് കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും റെക്കമെൻഡ് ചെയ്ത് എത്ര വരെ സ്പീഡ് വരെ പോകാം ബുള്ളറ്റിൽ? ഏറ്റവും നല്ല സ്പീഡൊന്നുമില്ല 50 കിലോമീറ്റർ. 50 കിലോമീറ്റർ സ്പീഡ് ആകുമ്പോൾ കറക്റ്റ് ഷാർപ്പ് സൗണ്ടായി. ബുള്ളറ്റ് മാന്യമായിട്ട് ഓടിക്കുക. എന്റെ ഈ വണ്ടി ഓടിപ്പോണ എന്റെ കഴിവാണ്. വണ്ടിയുടെ കഴിവാണ് ഓടിക്കുന്നത്. നമ്മൾ കയറി ഇരിക്കുന്നേ ഉള്ളൂ. കൈ കൊടുത്ത് ആര് കൊടുത്താലും അതിനൊരു ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവർക്കുള്ള ഒരു അഡ്വൈസ് ഇതാണ്, മാന്യമായിട്ട് വണ്ടി ഓടിക്കുക, റോഡ് നിയമങ്ങൾ പാലിക്കുക അല്ലേ? അത്രേ ഉള്ളൂ. എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി മണിക്കുട്ടനുമായിട്ടൊക്കെ ഒന്ന് ഇരിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. ശരി. ഈ വർക്ക് നടക്കുന്നത് നമ്മുടെ വണ്ടിയാണ്. സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. വണ്ടി 2006 ഇലക്ട്രയാണ്. ആ ഒരു സമയത്ത് കുറച്ച് സ്പെഷ്യൽ എഡീഷനായിട്ട് കുറച്ച് എൻജിൻ സ്റ്റാർട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കുറച്ച് വണ്ടി ഇറങ്ങി. അതിലൊരു വണ്ടിയാണ് നമുക്ക് കിട്ടിയത്. അനിയണൻ്റെ തന്നെ യൂസ്ഡ് വാങ്ങിയതാണ്. ഇപ്പോൾ അത് സെൽഫ് തീരെ എടുക്കുന്നില്ല. അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ എന്തോ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതിപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ട് അത് അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാനുമില്ല. അങ്ങനെ അതിന് വളരെ ബുദ്ധിമുട്ടിയാണ്. കോയമ്പത്തൂരിൽ നിന്നൊക്കെ അതിൻ്റെ പാർട്സ് വരുത്തിയിട്ടാണ് ഇന്നിപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നത്.
അപ്പോൾ ബുള്ളറ്റ് എന്തായാലും ബുള്ളറ്റ് തന്നെയാണ്. കറുപ്പിന് ഏഴഴക് എന്ന് പറയുന്നത് പോലെ ഈ ബ്ലാക്ക് തന്നെയാണ് ബുള്ളറ്റിന് ചേരുന്ന കളറ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബ്രേക്കും റൈറ്റ് സൈഡ് ഗിയറുമായിട്ട് ഇറങ്ങുന്ന പഴയ വണ്ടികൾ തന്നെയാണ് എന്നും ഡിമാൻഡ്. ബുള്ളറ്റ് പ്രേമികൾ കൂടുതൽ സെലക്ട് ചെയ്യുന്നതും റോയൽ എൻഫീൽഡിൻ്റെ പഴയ വണ്ടികൾ തന്നെയാണ്. ഇപ്പോൾ കേരളപുരത്തു നിന്നല്ലേ സാർ വരുന്നത്? അതെ അതെ. അവിടെയൊക്കെ ഒരുപാട് വർക്ക്ഷോപ്പുകളും മേശിരിമാരും ഒക്കെ ഉണ്ടല്ലോ. ഒരുപാട് വർക്ക്ഷോപ്പുകളും മേശിരിമാരും ഉണ്ടെങ്കിൽ തന്നെയും ഈ ലെഫ്റ്റ് സൈഡ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം ഓവർഹെഡ് ക്യാമാണ്. അതായത് ഹെഡിൻ്റെ മേളിൽ ക്യാം വരുന്ന വണ്ടിയാണ്. പഴയ വണ്ടിയെല്ലാം ക്യാം വീലാണ്. ഈ വണ്ടി ഇപ്പോൾ കംപ്ലീറ്റ് പണിഞ്ഞ വണ്ടിയാണ്. ടെസ്റ്റിന് വേണ്ടി പണിഞ്ഞതാണോ? ഫുള്ള് പണിഞ്ഞ വണ്ടിയാണ്. ഇതിൻ്റെ ഇത് സ്റ്റിക്കർ തിരിഞ്ഞു പോയാണോ? അത് ഇങ്ങനെ തന്നെ? അങ്ങനെയല്ല, ഇങ്ങനെ മേലോട്ടാണ് ഇരിക്കുന്നത്. ഓ 50 മുതൽ വണ്ടി. ഇത് വേറെ ഒന്നും, സ്പീഡോമീറ്റർ, ഇത് ആംബിയർ മീറ്റർ, ഇത് ഡീകംപ്രഷൻ ലിവർ, വേറെ ഒന്നുമില്ല. ബാക്കി ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാണിക്കാൻ പറ്റത്തുള്ളൂ.